ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനുടിയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ കനകേനെയും ഗോവിന്ദനെയാണ് കേട്ടോ. അങ്ങനെ അനിയെ കാണാതായതിന്റെ ആ ഒരു വിഷമത്തിലാണ് അവര്. അപ്പൊ അവര് അനിയെ കാണാതായതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കനക പറയുക, ഇനിയിപ്പം അറിയില്ലല്ലോ, അനി ഇതുവരെ വീട്ടിൽ ചെന്നിട്ടില്ലെന്നാ പറഞ്ഞത്. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, അനിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. മദ്യം അവൻ മണപ്പിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവൻ പലതവണ എന്റെ കാര്യം പറഞ്ഞാണ് മദ്യപിച്ചിട്ടുള്ളത്. അച്ഛനും അമ്മയും എന്നെ ചൂടാക്കി വിട്ടത് കൊണ്ടല്ലേ ഞാൻ അവനോട് അത്രയും മോശമായിട്ട് പെരുമാറിയത്. അതിന്റെ വല്ല കാര്യവും നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ആ സമയത്ത് അവനെ കണ്ടപ്പോ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനിയിപ്പൊ അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ആ കുറ്റബോധത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. അത് പിന്നെ മോളെ, ഞങ്ങളും അങ്ങനെ തന്നെയാന്നേ. ഞങ്ങളും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടാണോ ഇതൊക്കെ പറഞ്ഞത്? ഓ, അനന്തപുരി തറവാടിപ്പോ ഒരു മരണവീടായി കാണും. മൊത്തത്തിൽ ഇപ്പൊ ഒരു മൂകതയായിരിക്കും. എങ്ങനെയെങ്കിലും അവനൊന്ന് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി, എങ്കിലും എനിക്ക് സമാധാനമുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിന് ഒരു ഫോൺ കോൾ വന്നു കേട്ടോ. അപ്പൊ നന്ദു പെട്ടെന്ന് ആ ഫോൺ എടുത്തിട്ട് ഹലോ, ആ യെസ്, ഞാൻ ഇപ്പൊ വരാട്ടോ, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേ, ഉടനെ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു, അവനെ കുറിച്ച് ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയം ഗോവിന്ദൻ കനകയോട് പറയാ, ആ പയ്യൻ ഒരു ആപത്ത് കൂടാതെ ഇങ്ങ് വന്നാൽ മതിയായിരുന്നു. ഗോവിന്ദേട്ടാ, അതെ, നമ്മൾ കരുതുന്നതിനപ്പുറമാ അവൻ നന്ദുവിനെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിലക്കുറവായിരുന്നു കനകെ. അതായിരുന്നു ചെയ്യേണ്ടത്. അതിന് അവര് തമ്മിൽ സ്നേഹത്തിലാണെന്ന് നമ്മൾ വളരെ വൈകിയല്ലേ അറിഞ്ഞത്. നമ്മൾ അത് അറിഞ്ഞില്ലായിരുന്നല്ലോ. ഒന്നാമത് അങ്ങനെ ആരെയും സ്നേഹിക്കാത്തവർക്ക് പെട്ടെന്നൊരു സ്നേഹം തോന്നിക്കഴിഞ്ഞാലേ അതിന് മാറാൻ വലിയ പ്രയാസമാണെന്നേ. അതങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ പ്രേമമൊക്കെ ഒരു നേരം പോക്ക് ആയിട്ട് എടുക്കുന്നവരായിരിക്കണം. ഇത് രണ്ടും അങ്ങനെയല്ലല്ലോ. രണ്ടുപേരും ഭയങ്കര സീരിയസ് തന്നെയാണ്. അവരിതിനു മുമ്പ് വലിയ പ്രേമമൊന്നും കാഴ്ചവെച്ചിട്ടുമില്ല. അനന്തപുരി തറവാട്ടിലെ പയ്യനല്ലേ, അതുകൊണ്ട് അവൻ സ്നേഹിക്കുന്നവരുടെ മുഖം മറന്നിട്ട് കടുങ്കൈ ഒന്നും ചെയ്യില്ല എന്ന് നമുക്ക് ഊഹിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത്ര മാത്രമേ ഉള്ളൂ എന്ന്. ഈ സമയത്താണ് നമ്മുടെ നന്ദു ബൈക്കും എടുത്തുകൊണ്ട് ഇങ്ങനെ കറങ്ങുന്നത്. അനി ഇവിടെ ഉണ്ട് എന്നൊരു ചെറിയൊരു സംശയം കിട്ടി. എവിടെയോ ഉണ്ട് എന്നൊരു ചെറിയൊരു സംശയം കിട്ടി. അത് പ്രകാരമാണ് നമ്മുടെ നന്ദു ബൈക്കും എടുത്തുകൊണ്ട് കറങ്ങുന്നത്. അങ്ങനെ ബൈക്കും കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കറക്റ്റ് അവര് പറഞ്ഞ, അതായത് കുറച്ചു പേര് വിളിച്ച് പറഞ്ഞ സ്പോട്ടിൽ തന്നെ നമ്മുടെ അനി ഉണ്ടായിരുന്നു. അങ്ങനെ അനിയുടെ അടുത്ത് എന്നിട്ട്, നീ എന്താടാ ഈ കാണിക്കുന്നത്? നീ എന്ത് പൊട്ടത്തരമായിട്ടാ ഈ കാണിച്ചത്? നീ എന്തിനാ ഇപ്പൊ വീട്ടിൽ പോകാതെ ഇവിടെ നിൽക്കുന്നത്? നീ മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടുണ്ടെങ്കിലേ ഒരു മിഷി വെച്ചിട്ട് ഊതി നോക്ക്, എന്നിട്ട് മദ്യപിച്ചതിനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇട, എന്നിട്ട് 2 തല്ലും കൂടെ തന്നോ, എനിക്ക് ഒരു കുഴപ്പമില്ല. നീയെ ഇന്നെന്റെ അടിനാവ് ചവിട്ടി പൊട്ടിക്കണമായിരുന്നു, അടിനാവി ചവിട്ടി പൊട്ടിക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് എന്റെ അവസ്ഥ അധോഗതി ആയേനെ. നിനക്ക് അങ്ങനെ ചെയ്യുകയായിരുന്നെങ്കിൽ പിന്നെ എന്റെ ശല്യം ഉണ്ടാവുകയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അപ്പോൾ അതൊക്കെ ചെയ്തത് എനിക്ക് ആ സമയത്ത് ദേഷ്യമായിരുന്നു. നിന്നെ ചൊല്ലി വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നീ ഇങ്ങനെ അനന്തപുരി തറവാട്ടിൽ പോകാതെ ഇതിലെ ചുറ്റി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്ക് എന്ത് വിഷമമാകും? നീ അതൊന്നും എന്താ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അനി പറഞ്ഞു, എനിക്ക് ആരുടെയും വിഷമം മനസ്സിലാക്കേണ്ട കാര്യമില്ല, കാരണം ആരും എന്റെ വിഷമം മനസ്സിലാക്കുന്നില്ലല്ലോ. എങ്കിൽ പോരെ ഞാൻ ആരുടെയെങ്കിലും ഒക്കെ വിഷമം മനസ്സിലാക്കേണ്ടത്? എനിക്ക് നിന്നോട് ഇഷ്ടം. ആ ഒരു ഇഷ്ടം എനിക്ക് ഇനി ആര് പറഞ്ഞാലും മാറ്റി വെക്കാനായിട്ട് പറ്റില്ല. അത്രക്കിഷ്ടം. നിനക്ക് എന്നോട് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറ, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ, മനസ്സിൽ തട്ടി പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് നിന്റെ ജീവനാടാന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അനി നന്ദുവിനെ ഇങ്ങനെ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ സമയത്താണ് നമ്മുടെ വേണു വരികയും വേണു ഇതൊക്കെ കാണുകയും വേണു മൊബൈൽ ഇതൊക്കെ പകർത്തുകയും ചെയ്യുന്നത്. പിന്നെ പറയാനുണ്ടോ? വേണു കറക്റ്റ് സമയത്താണ് ഇവരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നന്ദു അനിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും കൈ പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെയാണ് ഈ വീഡിയോയിൽ പകർത്തുന്നത്. ഏതായാലും അത് മതിയല്ലോ ഇനിയിപ്പോ ഒരു വലിയ സ്ഫോടനം ഉണ്ടാക്കാനായിട്ട്. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ അനി ഇതുവരെ വീട്ടിൽ എത്തിയിട്ടില്ല എന്ന കാര്യം നമ്മുടെ ജലജ നവ്യയോടും അഭിയോടും പറയാൻ പോവുകയാണ്. അങ്ങനെ പാതിരാത്രിയാണ് കേട്ടോ. കഥകെ ചെന്ന് കൊട്ടല്. ഓ, ഇതാരാ ഈ പാതിരാത്രി?
കഥയിൽ കൊട്ടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ പതുക്കെ എണീറ്റ് വന്നു. കുട്ടി ഉറങ്ങിയതേ ഉള്ളൂ, ഉറങ്ങാൻ സമ്മതിക്കല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ ജലജ. അപ്പം അഭിയും എണീറ്റായിരുന്നു. അപ്പൊ അമ്മ എന്തിനാ ഈ പാതിരാത്രിക്ക് വന്നത്? അതേ, അനിയെ കാണാനില്ല. അനി ഇതുവരെ നമ്മുടെ തറവാട്ടിൽ എത്തിയിട്ടില്ല. അനി ഇതെവിടെ പോയതാ? എവിടെ പോയതാ? ചിലപ്പോഴേ എടി നിന്റെ വീട്ടുകാരും നിന്റെ അനിയത്തിയും കൂടെ ഏറ്റി ഒളിപ്പിച്ചേക്കുന്നതായിരിക്കുമോ? ദേ അമ്മേ, ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എന്റെ വീട്ടുകാർക്ക് അതിന്റെ ഒരാവശ്യമില്ല. അനിയെ കാണാതെ പോയതില് എന്റെ വീട്ടുകാർ വിഷമിക്കുന്നുണ്ടായിരിക്കും, അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. ദേ അഭി, ഞാൻ പറഞ്ഞേക്കാം, അമ്മയോട് മിണ്ടാതിരിക്കാൻ പറയണം. അല്ല, അമ്മ പറയുന്നതിലും ഉണ്ടല്ലോ നവ്യ അർത്ഥം. കാരണം അവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പൊ അവര് രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും പോയതാണോ എന്നും അറിയില്ലല്ലോ. പിന്നെ നന്ദു അങ്ങനെയൊന്നും ചെയ്യില്ല. അവള് ഞങ്ങക്ക് വാക്ക് തന്നിട്ടുള്ളതാ. അതൊക്കെ ഒരിക്കലും അനിയെ അങ്ങനെ കാണാനോ സ്നേഹിക്കാനോ ഇനി പറ്റില്ല. ഞങ്ങളോട് വാക്ക് പറഞ്ഞാൽ അവൾക്ക് ആ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അവള് കുടുംബത്തെ സ്നേഹിക്കുന്നവളാ, അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പിന്നെ ഈ അനാമിക, അവൾ അത്രയ്ക്ക് ശരിയൊന്നുമല്ല. അവളുടെ കൂടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അവള് നല്ലവളായിരുന്നെങ്കിൽ അവന് അങ്ങനെ പോവില്ലായിരുന്നു. അവക്ക് പണം മാത്രം മതിയല്ലോ. പിന്നെ ഈ അനാമികയുടെ വീട്ടുകാരെ കുറിച്ചും അമ്മേനെ കുറിച്ചും അച്ഛനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവൾ അത്രയ്ക്ക് ഡീസന്റ് ആണെന്നൊന്നും നിങ്ങൾ പറയണ്ട എന്നിങ്ങനെ നമ്മുടെ നവ്യ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, എന്ത് ചെയ്യാനാ, അനന്തപുരി തറവാട് ഇപ്പൊ തലകീടായിട്ട് മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് പോലും അറിയത്തില്ല. ഇപ്പൊ ആകെപ്പാടെ ഡീസന്റ് ആയിട്ടുള്ളത് എന്റെ മകൻ മാത്രമേ ഉള്ളൂ. ആദർശ് ഒരു വഴി, അനി ഒരു വഴി. പിന്നെ എന്താ, എന്റെ മകൻ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇവ മാത്രമല്ലേ ഉള്ളൂ ഇപ്പം ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കുന്നത്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ആദർശവീരനായ ആദർശനെയല്ലേ പൊക്കിയെടുത്ത് വെച്ചിരിക്കുന്നത്. ആദർശിനെ കണ്ടുപഠിച്ച അനിയും എല്ലാവർക്കും നല്ലവനാണ്. ഇപ്പൊ കാണിക്കുന്നതൊന്നും തെറ്റായിട്ട് ആരും കണക്കാക്കുന്നില്ല. എന്റെ മോനെങ്ങാനും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അത് കിഴിച്ച് കണ്ടുപിടിച്ച് പിന്നെ പറയണ്ട. എന്റെ മോനെ അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവുമായിട്ട് വരില്ലേ ഇവിടുത്തെ കാരണവര് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജലജ അങ്ങ് പോയി. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നവ്യ ഞാനിപ്പോ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. പുറത്തേക്ക് മീൻസ് റൂമിന്റെ വെളിയിലേക്ക് അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ അനാമിക കാമുകനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ അവൻ വന്നിട്ടില്ല. അവൻ എവിടെയെങ്കിലും പോയി ചാകട്ടെ. ഇനിയിപ്പം ഇവിടെ നിന്ന് പോകണമെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം കിട്ടേണ്ടി വരും. അവൻ ചാകുവാണെങ്കിൽ വിധവയാണല്ലോ. അപ്പം ചെറുപ്രായമല്ലേ, വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോ എന്നിവിടത്തെ കാരണവര് മൂർത്തി പറയാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂട്ട് അങ്ങ് ക്ലിയർ ആയി. നമ്മുടെ കല്യാണം അവര് തന്നെ നടത്തി തരും. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നമ്പിയും ജലജയും വരുന്നത്. അത് കണ്ടതും ഫോൺ കട്ട് ചെയ്തിട്ട്, അതെ, ഞാൻ എൻ്റെ കൂട്ടുകാരെ അവന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവന് എവിടെ പോയെന്ന് അതൊന്നും ഇതുവരെ ആർക്കും അറിയത്തില്ല. അല്ല, അവൻ എവിടെ പോയതാണെങ്കിലും ആദർശിനെ വിളിച്ച് പറയുന്നതാണല്ലോ. ആദർശിനെ വിളിച്ച് പറഞ്ഞില്ലേ? ആദർശേട്ടനെ വിളിച്ച് പറഞ്ഞു കാണത്തില്ലല്ലോ. ആദർശേട്ടനെ വിളിച്ച് പറഞ്ഞെങ്കിൽ ആദർശേട്ടന് ഇവിടെ പറഞ്ഞേനല്ലോ. ഇതെനിക്ക് തോന്നുന്നത് നന്ദുവിന്റെ പുറകെ തന്നെ ആയിരിക്കും. നന്ദുവിനറിയാം അവൻ എവിടെ ഉണ്ടാകുമെന്ന്. പിന്നെ അവക്കറിയില്ല. നീ എന്തിനാ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം പറയുന്നത് എന്നിങ്ങനെ നബി പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, പിന്നെ അവള് പോലീസ് ഓഫീസർ ആയിട്ടും അവന് ഇപ്പോഴും പിന്നാലെ നടക്കുക. പോലീസ് സ്റ്റേഷനിൽ പോലും ഇടിച്ചു കയറി ചെന്നിട്ടുണ്ട്. പിന്നെയല്ലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ പറയുന്നത് 100% ശരിയാ. പിന്നെ ഏടത്തിയുടെ അനിയത്തിയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് അനി. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ ഇപ്പം മിക്കവാറും രണ്ടുപേരും ഒന്നിച്ചെവിടെയെങ്കിലും കാണുമായിരിക്കും. അപ്പോഴേക്ക് വീണ്ടും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അനാമികെ, നീ വെറുതെ ഓരോന്ന് പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയുന്നത് ശരിയല്ല. എന്തെങ്കിലും തെളിവുണ്ടോ നിന്റെ കയ്യില്? ഇല്ലല്ലോ. പിന്നെ അവളിപ്പം ഒന്നെങ്കിൽ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്. അവനും പോലീസ് സ്റ്റേഷനിലായിരിക്കും. ചെന്ന് നോക്കാം, ചിലപ്പോ അവിടെ കാണുമായിരിക്കും. അപ്പൊ ജലജ പറഞ്ഞു, എന്തിനാ നവ്യ നീ ഇങ്ങനെ തർക്കിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും പറയാണ്ടത് പറയണമല്ലോ. നിന്റെ അനിയത്തിയുടെ പുറകെ ആണല്ലോ അനിയ. അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നീ എത്ര മൂടി വെച്ചാലും നിന്റെ അനിയത്തിയുടെ പുറകെ നടക്കുന്ന അനിയെ വേറെ ആരുടെങ്കിലും പുറകെ നടക്കാന്ന് പറയാൻ പറ്റുമോ? അതില്ലല്ലോ. നിന്റെ അനിയത്തിയൊക്കെ തന്നെയാണ്. പക്ഷേ തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും പറയാനുള്ളൊരു മനസ്സ് നിനക്ക് വേണമെന്ന് പറഞ്ഞപ്പം നമ്മുടെ നവ്യ അങ്ങ് അറിയാതെ അങ്ങ് വാക്കുകൾ പിന്നെ കിട്ടുന്നില്ല കേട്ടോ നവ്യക്ക്. കാരണം അനാമികയും ജലജയും കൂടി അടിച്ച് പത്തി താഴ്ത്തി വെച്ചേക്കാണ്. അപ്പൊ നവ്യക്കൊന്നും പറയാനും കിട്ടുന്നില്ല. നവ്യ പിന്നെ എന്ത് പറയാനാണ്? പിന്നെ നവ്യക്കൊരു വിശ്വാസമുണ്ട്, നന്ദു ഒരിക്കലും അനിയുടെ പുറകെ പോവില്ലാന്ന്. പക്ഷെ എന്താണ്, നമ്മുടെ നന്ദു അനിയെ തേടിപ്പോയതാണ്. തേടിപ്പോയി കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമ്മുടെ വേണു ഫോണിൽ പകർത്തുന്നത്. ഇനിയിപ്പൊ ആ വീഡിയോ വെച്ച് വലിയ പ്രശ്നം അനന്തപുരി തറവാട്ടിൽ സൃഷ്ടിക്കാൻ കഴിയൂല വേണുവിന്.
പിന്നെ നവ്യ ചെല്ലുന്നത് നയനയുടെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ നയനയുടെ അടുത്ത് എന്നിട്ട് പറയാണ്, എന്നെ നന്ദു വിളിച്ചായിരുന്നു, അവള് അനിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണെന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെ അന്വേഷിക്കാതിരിക്കും? അവൻ അവളുടെ പിന്നാലെ നടക്കുകയല്ലേ. പിന്നെ എന്നോട് കുറെ ചൂടായി, വേറൊന്നിനുമല്ല, ഞാന് അവളെ കുറെ നിയന്ത്രിച്ചായിരുന്നു. അതിന് അവൾ എന്നോട് കുറെ ചൂടായത്. കാരണം ഞാൻ നിയന്ത്രിച്ചത് കൊണ്ടും അച്ഛനും അമ്മയൊക്കെ നിയന്ത്രിച്ചത് കൊണ്ടാണ് അനിക്കിട്ട് പോയി ഇന്ന് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ പെരുമാറിയത്. അതവനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഓ, എന്താടി ഇതൊക്കെ, എന്തൊക്കെയാ ഈ നടക്കുന്നത് ഇവിടെ? നിന്റെ ഭർത്താവും അനിയും ഒക്കെ ഒരുപോലെയാണല്ലോ. ഹാ, എന്തുവാ ഈ കാണിച്ചു കൂട്ടുന്നത്? കല്യാണത്തിന് മുമ്പ് ഒരാള് ബന്ധം സ്ഥാപിച്ചു, കല്യാണശേഷം ഹനിയനും അതേ പാത പിന്തുടരുകയാണ്. പറയാനാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുണ്ട് നവ്യേച്ചി. എന്താണ് നിനക്ക് പറയാനുള്ളത്? എന്താ നിനക്ക് പറയേണ്ടത്? അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാ നവ്യേച്ചി നല്ലത്. ആദർശേട്ടന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അല്ല, അനിയെ എന്തുകൊണ്ടാണ് നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയില്ലേ? അത് ചേച്ചിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. അനാമിക ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വെള്ളയൊക്കെ പൂശുന്നുണ്ട്. ഞാൻ ആരെയും വെള്ള പൂശുന്നില്ല നയനെ, അതിന്റെ കാര്യം എനിക്കില്ല. അനാമികയുടെയും അവളുടെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഇവരാരും ശരിയല്ല, ആരും. പക്ഷെ അനി ഒരു പാവം പയ്യനാ. പക്ഷേ നന്ദുവിന് അവൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ അവളുടെ പിന്നാലെ നടക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു നാണം കിട്ട ഏർപ്പാടല്ലേ? അവൻ ഈ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നമ്മുടെ അനിയത്തിനെയാ, നന്ദുവിനെ. പക്ഷെ ആ സ്നേഹം നന്ദുവിന് തിരിച്ചില്ലല്ലോ നയനെ. അങ്ങനെ ഉണ്ടേ കുഴപ്പമില്ലായിരുന്നു. അവക്ക് ബോധമുണ്ട്, നല്ല ബോധമുണ്ട്. അവൻ കിട്ടിയ താലി വേറൊരു പെണ്ണിന്റെ കഴുത്തിലാ കിടക്കുന്നത്. എന്തായാലും അനന്തപുരി തറവാടിന്റെ സൽപ്പേര് കളഞ്ഞ് നശിപ്പിക്കുന്നുണ്ട് ചേട്ടനും അനിയനും. അതിനുവേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്താണ് നമ്മുടെ ആദർശ് ഇതൊക്കെ കേട്ടോണ്ട് വരുന്നത് കേട്ടോ. ആദർശിന് താങ്ങാവുന്ന അപ്പുറമാണ്. ചുമ്മാ ഉള്ള കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. ഈ സമയത്ത് നമ്മുടെ നയന പറഞ്ഞു, ഈ തറവാടിന്റെ സൽപ്പേര് നിലനിർത്താൻ മാത്രമേ അവർ രണ്ടുപേരും ശ്രമിച്ചിട്ടുള്ളൂ, പ്രത്യേകിച്ച് ആദർശേട്ടൻ. ഓ, നീ എന്തിനാണ് അയാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഓ, അവക്ക് നല്ല ചികിത്സ നൽകിക്കൊണ്ടിരിക്കുക ആ അനഘയ്ക്ക്. അവൾ എന്നാ എണീറ്റ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അസുഖം മാറി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയേ അവളുടെ ബാല്യക്കാരി. നിനക്കൊരു കുഞ്ഞു പോലും ഇല്ലെന്ന് നീ മനസ്സിലാക്കിക്കോ. ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങേരുടെ കുഞ്ഞിനെയും അവളെയും മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. ഇത് കേട്ടത് നമ്മുടെ ആദർശ്, അനിയെ കാണാനില്ല, ആവശ്യമില്ലാതെ ഈ സമയത്ത് വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട, പറഞ്ഞപ്പോ ഞാൻ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ നയന പറഞ്ഞു, ആ പറഞ്ഞതിനൊക്കെ ഞങ്ങളുടെ പക്കലെ വ്യക്തമായ മറുപടി ഉണ്ട് നവ്യേച്ചി. ഞങ്ങൾ പലപ്പോഴും കുടുംബത്തിന്റെ ഐക്യം തകർക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്, അതുകൊണ്ടാണ് പലതും മറച്ചു വെക്കുന്നത്. അപ്പൊ ആദർശ് പറഞ്ഞു, സ്വന്തം മക്കള് തന്നെ അച്ഛനും അമ്മേനെ നോക്കാറാകുമ്പോഴത്തേക്കും അവര് തന്നെ ന്യായീകരിക്കാൻ അച്ഛനും അമ്മേനെ കുറ്റപ്പെടുത്തും. അവരുടെ സ്വഭാവം ശരിയല്ല, പ്രായം ചെന്നപ്പോൾ ബുദ്ധിക്ക് സാരമായ മുറിവ് സംഭവിച്ചു എന്നൊക്കെ. അത് ശരിയാ. പ്രായം ചെല്ലുമ്പം ഏത് മനുഷ്യനും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാകും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രതിഭാസമൊന്നും അല്ല, അത് പണ്ട് മുതലേ ഉള്ളതാ. മനുഷ്യരുണ്ടായ കാലം മുതൽ അങ്ങനെയൊക്കെ തന്നെയാ. അതൊന്നും തിരുത്തി കുറിക്കാൻ ആരും വരണ്ട. പിന്നെ ഇതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. അതെ നവ്യേ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ പുറത്താരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവര് മനസ്സിനകത്ത് നന്മയില്ലാത്തവർ തന്നെയായിരിക്കും. അതും പ്രത്യേകിച്ച് കുടുംബത്തിലെ ആൾക്കാര്. പിന്നെ അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളായിരിക്കും, സ്വാർത്ഥരായിരിക്കും. പക്ഷെ ഞാനും നയനയും ഈ തറവാടിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറായവർ തന്നെയാണ്. അതും മനസ്സിലാക്കാതെ ഊഹിച്ചെടുത്ത് ഓരോ കഥകൾ പറയുമ്പോൾ അറിയാതെ ചിലപ്പോൾ ഞങ്ങൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും, പറയേണ്ടാത്തത് പറഞ്ഞെന്നും ഇരിക്കും. അതാ ഇപ്പൊ നയനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് വെറുതെ പൊട്ടിത്തെറിപ്പിക്കരുത് നവ്യ. ക്യാൻസർ ബാധിച്ച ഒരാളുണ്ട് ഇവിടെ, മുത്തശ്ശൻ. ആ മുത്തശ്ശനെ പറ്റിയെങ്കിലും ഇടയ്ക്ക് നവ്യെ നീ ഒന്ന് ഓർക്കണം. ഓ, അങ്ങനെ ഓർക്കാതിരുന്ന ആരാ ആദർശേട്ടാ? ഞാനാണോ? ആ രോഗം ബാധിച്ച മുത്തശ്ശന്റെ സൽപ്പേര് കളഞ്ഞത് ആരാ? എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കരുത്. അപ്പോഴത്തേക്ക് നമ്മുടെ നയനി ചോദിച്ചു, അത് ആദർശേട്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓ, അത് കൊച്ചുമോനോടുള്ള മുത്തശ്ശന്റെ വാത്സല്യം, അല്ലാതെ തെറ്റ് ചെയ്യാഞ്ഞിട്ടൊന്നും അല്ല. ഈ ഈ രാജ്യത്തെ ആദർശം പറയുന്ന ഏതൊരു പൊതുപ്രവർത്തകനും എന്തെങ്കിലുമൊക്കെ അതിര് കടന്ന് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാ. അതുപോലെ തന്നെയാ ഇവിടെ മുത്തശ്ശനും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആദർശം പറഞ്ഞു, അതിനെ ഇനി ഈ സംസാരം വേണ്ട, വാ നമുക്ക് പോകാം. ഞാനിപ്പം അനിയെ കാണാതെ ഇരിക്കുക, ആ ഒരു ടെൻഷനില്ല. ഇതിനൊക്കെ മറുപടി പറയാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ വലുതും വിളിച്ചു പറയേണ്ടി വരും. അതുകൊണ്ട് നീ വന്നേ നയന, നമുക്ക് പോകാന്ന് പറഞ്ഞ് നയനയും കൂട്ടി അങ്ങ് പോവാണ് കേട്ടോ നമ്മുടെ ആദർശ്.
അപ്പൊ ഇതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പൊ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണുക. പിന്നെ നമ്മൾ ഇതിനു മുമ്പായിട്ട് രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അലീനയുടെ കഥ നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷം കിട്ടിയിട്ടില്ല, നോക്കട്ടെ. നമ്മൾ ഉടനെ ഇടാൻ പറ്റുമെങ്കിൽ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ ഫുൾ വിശേഷവുമായിട്ടും ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതേപടി തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് ഒരു ലൈക്ക് അടിക്കുക, പുതിയ ഓപ്ഷനായ ഒരു ഹൈപ്പും തന്നിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.